പത്തനംതിട്ടയിൽ വാഹനാപകടത്തെ തുടർന്ന് അയ്യപ്പ ഭക്തരെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്തു പോലീസ്. കോന്നി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസ്. ഇന്നലെ വൈകിട്ട് കോന്നി പൂവൻപാറയിലായിരുന്നു തീർത്ഥാടകരെ മർദ്ദിച്ചത്. വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും. ഗോകുൽ, നമ്മൾ ഇന്നലെ കണ്ടതാണ് പത്തനംതിട്ടയിൽ വാഹനാപകടത്തെ തുടർന്ന് അയ്യപ്പ ഭക്തരെ മർദ്ദിക്കുന്ന ഒരു സംഭവം. ആ സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വിവരങ്ങൾ അമൽ, ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി ഈ കോന്നി പൂവൻപാറ ഭാഗത്തൊരു അപകടം നടന്നു. അതായത് ശബരിമല ദർശനം നടത്തി പൂർത്തിയാക്കി തിരിച്ചു വന്നുകൊണ്ടിരുന്ന തീർത്ഥാടകരുടെ കാറ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കാറിനിട്ട് ഇടിക്കുകയും തുടർന്ന് വാക്കുതർക്കത്തിലാവുകയും അവിടെ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന മത്സ്യ വ്യാപാരികളായ യുവാക്കൾ ചേർന്നുകൊണ്ട് ശബരിമല തീർത്ഥാടകരെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പരാതിയായിട്ട് വന്നിരുന്നത്. തുടർന്ന് ഈ അപകടത്തിൽ ഇവർക്ക് പരിക്കും പറ്റി. ഇവരുടെ മർദ്ദനവുമേറ്റ സാഹചര്യത്തിൽ ശബരിമല തീർത്ഥാടകർ, അവർ തൂത്തുക്കുടി സ്വദേശികളാണ്, തമിഴ്നാട് സ്വദേശികളാണ്, അവർ ഇന്നലെ വൈകിട്ട് തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും അതിനുശേഷം കോന്നി പോലീസിൽ പരാതി നൽകുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെയാണ് കോന്നി പോലീസ് ഈ പ്രതികൾക്കെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. നിലവിൽ അവിടെ സമീപത്ത് മത്സ്യക്കട നടത്തിയിരുന്ന യുവാക്കളാണ് തങ്ങളെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഈ തീർത്ഥാടകരുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് കോന്നി പോലീസിൽ നിന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. ഒപ്പം ഇവരുടെ പരിക്കുകൾ ഗുരുതരമായിട്ടുള്ള പരിക്കുകളല്ല. ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിലുള്ള അപകട കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവർ നിലവിൽ ഇപ്പോഴും കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അമൽ, പത്തനംതിട്ടയിൽ വാഹനാപകടത്തെ തുടർന്ന് അയ്യപ്പ ഭക്തരെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കോന്നി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയാണ് കേസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ്.